നാഷണൽ കേഡറ്റ് കോർപ്സിന്റെ വിപുലീകരണത്തിന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് അംഗീകാരം നൽകി. രാജ്യത്തുടനീളമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ NCCയുടെ ആവശ്യം കണക്കിലെടുത്താണ് 3 ലക്ഷം കേഡറ്റ് ഒഴിവുകൾ നികത്തുന്നത്. 1948-ൽ 20,000 കേഡറ്റുകൾ ഉണ്ടായിരുന്ന NCCയിൽ ഇപ്പോൾ 20 ലക്ഷം കേഡറ്റുകളാണ് ഉള്ളത്. ജൻ ഔഷധി കേന്ദ്രങ്ങൾക്കായുള്ള ക്രെഡിറ്റ് സഹായ പദ്ധതി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ജൻ ഔഷധി കേന്ദ്രങ്ങളുടെ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനും ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനും കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജൻ ഔഷധി കേന്ദ്രങ്ങൾക്കായുള്ള സഹായ പദ്ധതിക്കായി ചെറുകിട വ്യവസായ വികസന ബാങ്കും ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് മെഡിക്കൽ ഡിവൈസസ് ബ്യൂറോ ഓഫ് ഇന്ത്യയും തമ്മിൽ ധാരണാപത്രവും കൈമാറി. എല്ലാ വർഷവും സെപ്റ്റംബർ 17 ഹൈദരാബാദ് വിമോചന ദിനമായി ആചരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. ഹൈദരാബാദിലെ ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് നടപടി. നിസാം ഭരണകൂടത്തിന്റെ കീഴിൽ നിന്നും ഹൈദരാബാദിനെ മോചിപ്പിച്ച രക്തസാക്ഷികളെ അനുസ്മരിക്കാനും യുവാക്കൾക്കിടയിലെ ദേശസ്നേഹം വളർത്തുന്നതിനുമായാണ് ഹൈദരാബാദ് വിമോചന ദിനം ആചരിക്കുന്നത്. ആദിവാസി വികസനം ലക്ഷ്യമാക്കി കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയം UN ഏജൻസികളുമായും മറ്റ് ആഗോള സംഘടനകളുമായും കൂടിക്കാഴ്ച നടത്തി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലായിരുന്നു യോഗം. ആദിവാസികളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ഉപജീവനം, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ മേഖലകളിൽ ആഗോള മേഖലകളിലെ പങ്കാളിത്തമാണ് യോഗം ലക്ഷ്യമിടുന്നത്. വികസിത് ഭാരത് 2047 സഹകരണ ആഗോള പങ്കാളിത്തത്തിലൂന്നിയ ആദിവാസി വികസന മുന്നേറ്റം എന്ന ലക്ഷ്യത്തിലൂന്നിയ യോഗം കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയ സെക്രട്ടറി വിഭു നായരുടെ അധ്യക്ഷതയിലാണ് നടന്നത്. തെലങ്കാനയിലെ വാഹന രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റുകളുടെ തുടക്കം TSന് പകരം TG ആകും. തെലങ്കാന റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം ചൊവ്വാഴ്ചയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്.